പ്രണയലേഖനം കൈമാറുന്നതും പ്രണയിക്കുന്നതും പിന്നീട് ആ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ അത് ക്യാമ്പസിലേക്ക് വ്യാപിക്കുന്നതും അവിടെയും ആ പ്രണയം തുടർന്നു പോകുന്നതുമൊക്കെ നമ്മൾ സാധാരണ കാണുന്നൊരു പ്രവണതയാണ്. പക്ഷേ ആ പ്രണയം അതേ തീവ്രതയോടെ പിന്നീടുള്ള ജീവിതത്തിലേക്കും തുടരുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കും. അത്തരത്തിലുള്ളൊരു ദമ്പതികളാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥികളായി വന്നിരിക്കുന്നത്. സജി സുരേന്ദ്രനും സംഗീതയും. നമസ്കാരം. നമസ്കാരം ചേച്ചി. നല്ല ഇൻട്രൊഡക്ഷൻ. താങ്ക് യു. ഞാൻ കേട്ടിട്ടുണ്ട് 5 വയസ്സ് മുതൽ തുടങ്ങിയത്. അല്ല, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലേ? ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സൗഹൃദമായിരിക്കുമല്ലോ അല്ലേ? അതാണ് കുഴപ്പം. എൻ്റെ അമ്മേ, അതൊരു വല്ലാത്ത പ്രണയമല്ലേ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രണയത്തെ കുറിച്ചൊക്കെ എന്തായിരിക്കും? ഒന്നും അറിയില്ല. ഐ ലവ് യു എന്നുള്ളൊരു വാക്ക് മാത്രം അറിയോ? അത് തന്നെയാണ് എഴുതി കൊടുത്തത്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഐ ലവ് യു എന്ന് എഴുതി? ഞാൻ 7ാം ക്ലാസ്സിൽ. അപ്പൊ അറിയാലോ ചേച്ചി, അത്യാവശ്യം ഹൈസ്കൂളിന്റെ തൊട്ട് ഫ്രണ്ടിലല്ലേ. ഐ ലവ് യു എന്ന് എഴുതി കൊടുത്തോ? അപ്പൊ തിരിച്ചു എഴുതി തന്നു. ഇപ്പൊ നാണോ? ഉടനെ ഒന്നും കൊടുത്തില്ല ചേച്ചി, കുറച്ച് വെയിറ്റ് ഒരു ദിവസം വൈകി. ഇടാനൊക്കെ അറിയാമല്ലോ. പ്രായത്തിൽ തന്നെ പെൺകുട്ടികൾ ഇത്തിരി ഡിമാൻഡിൽ നിൽക്കണം എന്നുള്ള ബുദ്ധിയൊക്കെ ഉണ്ടാവും. ഒരു ദിവസത്തെ ഡിമാൻഡ് പിറ്റേ ദിവസം തന്നു. കാരണം ഇത് കിട്ടാൻ വേണ്ടി ഇരിക്കല്ലേ. ശരി. പിന്നെ ഇങ്ങനെ തുടർന്ന് കത്തുകൾ കൈമാറും. കത്തുകൾ സുഹൃത്തുക്കളിലൂടെയും നമ്മുടെ ചേച്ചിമാരുടെ വ്യക്തമായിട്ട് ഐ ലവ് യു എന്ന് എഴുതാൻ പഠിച്ചോ? ഐ ലവ് യു എന്ന് എഴുതുന്നത് ചേച്ചി 6th-ലാണ്. അതായത് 5th ഇതില്ലേ ചേച്ചി, ആനുവൽ എക്സാം ടൈമിനാണ് ചെറുതായിട്ടൊരിത് മുള പൊട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അന്ന് ജസ്റ്റ് ഞാനിങ്ങനെ സജി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ ഒരാളിങ്ങനെ നോട്ട് ചെയ്യുന്നു നമുക്ക് ഫീൽ ചെയ്യത്തില്ലേ? സജി ഇപ്പോഴാണ് അത് അറിയുന്നത് കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ചേച്ചി. പിന്നെ 6th-ലേക്ക് ഞാൻ 6th-ലാവുന്ന സമയത്ത് സജി എൻ്റെ നെയ്ബറായിട്ട് വരികയും ചെയ്തു, എൻ്റെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പൊ പിന്നെ ചേച്ചിക്ക് സൗകര്യമായി. സ്കൂൾ വാൻ ഒരേ ഇതായിരുന്നു, സ്കൂൾ വാൻ. പിന്നെ അങ്ങോട്ട് 6th-ലേക്ക് ആയപ്പോഴാണ് സജി ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഈ സുഹൃത്തുക്കള് വീട്ടിലേക്ക് വരവ് പോക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇവരുടെ വീട്ടിലേക്ക് ആരും കയറത്തില്ല. അല്ലല്ലേ, ആക്ച്വലി സംഘമൊക്കെ ദുബായിൽ പഠിച്ചിട്ട് അവിടെ നിന്ന് വന്നങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആയ ആ വർഷമായിരുന്നു. അപ്പം ഈ പറയുന്ന അയൽവാസികളുമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു പരിചയമാകുന്നില്ല. എൻ്റെ പാരൻസ് പറയും ചേച്ചി ഇതിനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചേർത്തു. ഇവിടെ ഞാനും പഠിച്ചിരുന്നെങ്കിൽ ഞാനും രക്ഷപ്പെട്ടു പോയില്ലെന്ന് ഞാനും ഇപ്പോൾ പറയും. എന്നിട്ട് ഇത് ഈ കോളേജിലേക്കൊക്കെ പോകുമ്പോഴും ഇത് തുടരുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളിൽ പല ആൾക്കാരെയും നമ്മൾ പരിചയപ്പെടും അല്ലേ? ഒരിക്കൽ പോലും 2 പേർക്കും വേറൊരാളെ പ്രണയിക്കണമെന്നോ അല്ലെ ഇതിനേക്കാൾ അങ്ങനെ സമ്മതിക്കണ്ടേ? അതേ കോളേജിൽ തന്നെ വീണ്ടും വേറൊരാളെ നോക്കാൻ പറ്റുന്ന ടീച്ചർ. ഞാൻ പോകുന്ന കോളേജിൽ നിന്ന് മാറി വേറൊരു കോളേജിൽ പോയിരുന്നെങ്കിൽ അപ്പം ചേച്ചി പറഞ്ഞതൊക്കെ വേറൊരാളെയൊക്കെ ചുമ്മാട്ടോ. അങ്ങനെയല്ല, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഈ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് ഈ വളരെ ചെറുതിലേ തന്നെ ഇങ്ങനെ മനസ്സിലേക്ക് കയറിയത് കൊണ്ട് പിന്നെ വേറൊരു ചിന്ത അങ്ങനെ പോയില്ല. ഒരുമിച്ചുള്ള ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ ഒരുമിച്ച്, അത് കഴിഞ്ഞിട്ട് സ്കൂളിലാണെങ്കിൽ ഒരുമിച്ച്, സ്കൂളിൽ പോകുന്ന വാനിലാണെങ്കിൽ ഒരുമിച്ച്, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ 10th കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുന്ന സമയത്താണ് സംഘം അതേ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വരുന്നത്, MG കോളേജിൽ. എങ്കിലും ഈ പറയുന്ന ഒരേ നാട്ടിൽ തന്നെ ഇല്ല. അപ്പോൾ എല്ലാം എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതും പിന്നെ ഈ പറയുന്ന കത്തുകളൊക്കെ കൈമാറുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. സംഘുവിൻ്റെ തന്നെ അനിയനും അനിയത്തീനെയും മുട്ടായിയൊക്കെ കൊടുത്ത് വശീകരിച്ചും, പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ പിന്നെ ഇന്ദു, അരുൺ, നിഷാന്ത്, ഷാനി എന്ന് പറഞ്ഞ 4 പേരുണ്ട്. അതാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. അവരുമായിട്ടാണ് ഇപ്പോഴും കോൺടാക്റ്റുള്ളത്. അവരുടെ കയ്യിൽ കൊടുത്തു വിട്ട് പിന്നെ ഇവരുടെ വീട്ടിൽ പാല് കൊണ്ടുവരുന്നവർ, അവൻ്റെ പേര് പറയട്ടെ, പ്രദീപ് കാണുന്നുണ്ടെങ്കിൽ പ്രദീപിൻ്റെ കയ്യിൽ പാലിൻ്റെ ഇടയിൽ ഇത് കൊടുത്ത് വെച്ച് അങ്ങനെ ഭയങ്കര രസകരമായിട്ട്. അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ബ്രേക്കപ്പ് ആയില്ല എന്ന് പറയാം. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള വരികളൊക്കെ ആയിരുന്നു കത്തില്. കത്തൊക്കെ നന്നായിട്ട് എഴുതുമായിരുന്നു. എന്നാ പിന്നെ ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതി പോയാണ് സിനിമയ്ക്ക്. കത്ത് നന്നായിട്ട് എഴുതുമായിരുന്നു. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ കത്തുകളൊക്കെ? എനിക്കിപ്പോൾ അതൊക്കെ കാണുന്ന ആളാണ്. ഒരു പഴയ ഈ ഉർവശേച്ചി മിഥുനത്തിലെടുത്ത് വെച്ചാണ് ഞാൻ അന്ന് ആ കത്ത് എവിടെയെന്നൊക്കെ ഇന്നാളെ എൻ്റെ അടുത്ത് എനിക്കത് തിരിച്ചു വേണമെന്നൊക്കെ. ഞാൻ അത് തന്നത്
തിരിച്ചു വയ്ക്കാമോ? അത് ഞാൻ വെച്ചേക്കുന്ന പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു വെക്കുക അല്ലേ? അവരുടെ സ്വകാര്യ അത് ഏറ്റവും കയ്യിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഒരു അല്ലേ? എൻ്റെ എല്ലാ സാധനവും ഉണ്ട് ചേച്ചി. ഞാൻ ഇതിനത്തിലെ സുലു നടക്കി പറയും. ആ സിനിമ എപ്പോൾ കണ്ടാലും ഞാൻ പക്ഷെ എനിക്ക് തോന്നുന്നു ആ സിനിമ എല്ലാ സ്ത്രീകളെയും അല്ലേ വല്ലാതെ സ്വാധീനിച്ചൊരു സിനിമ. ഞാൻ എല്ലാവരുടെ എല്ലാവരിലും ഉണ്ട് ആ ഒരു ഇത്തിരി അംശങ്ങൾ ഉണ്ടാവുമായിരുന്നു. വീട്ടുകാർ സത്യത്തിൽ ഇത് അറിഞ്ഞത് ഏത് സമയത്താണ്? സ്കൂളിൽ പഠിക്കും. എൻ്റെ അച്ഛൻ എനിക്ക് തോന്നുന്നു ഈ ഐ ലവ് യു എന്ന് എഴുതിയ ആ ചെറിയ പീസ് പേപ്പർ കുറച്ച് നാളിന് ശേഷം ഞാൻ വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ പിന്നെ അത് എൻ്റെ അനിയൻ എടുക്കാൻ വഴിയില്ല, ചേച്ചി എടുക്കാൻ വഴിയില്ല. കാരണം ചേച്ചിയാണിത് കൈമാറിയിട്ട് മേടിച്ച് തന്നതൊക്കെ മറുപടി. പിന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ ഇന്നും അച്ഛനോട് ചോദിച്ചിട്ടില്ല, അച്ഛനായിരിക്കാം എടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് അടുത്ത വർഷം ഇപ്പോൾ 8th കഴിഞ്ഞ് 9th മറ്റോ വെച്ച് തന്നെ ഇതിപ്പോൾ എന്തായാലും ചേച്ചി നേരെ ഓപ്പോസിറ്റ് വീടാണ്. അപ്പോൾ കൈ കാണിക്കുക, പുസ്തകം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കൈ കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ പിടിക്കപ്പെടും. അപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, കൊള്ളാം, നല്ല കാര്യമാണ്, പക്ഷേ ഇപ്പോൾ പഠിക്കേണ്ട ഒരു സമയമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് നല്ല അപ്പോൾ ഞാൻ അപ്പോഴേ തന്നെ സിനിമ എന്ന് പറഞ്ഞ വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നൊരു സമയമായിരുന്നു. ഈ 6th 7th മുതലൊക്കെ തന്നെ ഏത് മേഖലയിലാണോ ആ മേഖലയിലൊക്കെ എത്തിയിട്ട് ഒരു വിവാഹ പ്രായം വരുമ്പോൾ ആരോ വേണോ കല്യാണം കഴിച്ചോളൂ. പക്ഷേ ഇപ്പോൾ പഠിക്കണ്ടേ ഇല്ല. ഇനി ഇതിൽ അത്യാവശ്യം ഒരാൾ ചോദിക്കുമ്പോൾ ഒരു നല്ല ഡിഗ്രി ഒരു നല്ല മാർക്ക് കൂടി പാസ്സാവണമെന്ന് മാത്രമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു ആഗ്രഹം. ബാക്കി എല്ലാത്തിനും ഫ്രീ, ഒന്നും അങ്ങനെ പറയുന്ന ഒരു റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു വീടല്ല അച്ഛനായാലും അമ്മയായാലും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എനിക്കങ്ങനെ വലിയ ഈ പ്രണയത്തിന് ഭയങ്കരമായ പൂട്ടിയിടലുകളോ വഴക്ക് പറയലോ അടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യമേ എന്നെ പിടിച്ചു, അപ്പോൾ തന്നെ ആരെ വേണോ കല്യാണം കഴിച്ചു, പക്ഷെ പഠിക്കണം എന്ന് മാത്രം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരുന്നു പറയും. എനിക്ക് നല്ല എന്താ ചോദിച്ചാൽ അപ്പം തന്നെ അറിഞ്ഞല്ലോ, സ്കൂൾ ക്ലാസ്സിൽ തന്നെ അറിഞ്ഞു. അപ്പോൾ ഇത് നന്നായിട്ട് അമ്മ ഉപദേശിച്ചു, ഇത് ഈ പ്രായത്തിൽ തോന്നുന്ന ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ്, ഇതൊരിക്കലും നിലനിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. ഇത് സ്ഥായിയായി ഒന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതിലേക്ക് പോകുന്നതിന് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ നമ്മൾ വിടുവോ? വീണ്ടും കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരുന്നു. അല്ല, അച്ഛൻ ഒന്നും പറഞ്ഞൊന്നും? അച്ഛൻ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛൻ ആ സമയത്ത് അച്ഛൻ എന്നോട് ഈ പ്രണയത്തെക്കുറിച്ച് ഒന്നുമേ ചോദിച്ചിട്ടില്ല ചേച്ചി. എന്താണ് നമ്മുടെ കല്യാണം ഉറപ്പിക്കുന്ന ആ സമയത്ത് മാത്രമാണ് അച്ഛൻ എന്നോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഇപ്പോൾ അച്ഛനും സന്തോഷമാണ്, അച്ഛൻ ചെയ്തു തരാം, അതായത് എനിക്കിതാണല്ലോ വേണ്ടത്. പക്ഷെ ഭാവിയിൽ ഞാൻ ഒരിക്കലും കരഞ്ഞുകൊണ്ട് തിരിച്ച് അച്ഛൻ്റെ അടുത്ത് ചെല്ലരുത്, അത്രയും മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ. എങ്കിൽ അച്ഛൻ റെഡിയാണ്. അല്ലാതെ ഇതിന് ഇടയ്ക്ക് യാതൊരു ഇതും വന്നിട്ടില്ല. പിന്തിരിപ്പൻ നയമൊക്കെ ബന്ധുക്കളിലൂടെയും ഒരുപാട് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് മാറാൻ വേണ്ടിയിട്ടുള്ള ബന്ധു വീട്ടിൽ കൊണ്ട് നിർത്തുക, അവരുടെ കൗൺസിലിംഗ് പ്രശ്നങ്ങൾ, ഈ ജ്യോത്സ്യന്മാരെ കൊണ്ട് പറയിക്കുക ഒക്കെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ പെണ്ണുങ്ങളുടെ വീട്ടിലാണ് അത് കൂടുതലും സംഭവിക്കുന്നത്. അത് ഇവിടെയും സംഭവിച്ചു. അല്ല, എപ്പോഴും സുരക്ഷിതത്വം പെൺകുട്ടികളുടെ വീട്ടുകാരായിരിക്കും കൂടുതലും അല്ലേ? നമുക്ക് എനിക്ക് തോന്നുന്നു പിന്നെ ഒരിടയ്ക്ക് വെച്ചിട്ട് പിന്നെ ആർക്കും അറിയില്ലായിരുന്നു. എൻ്റെ വീട്ടിലും റിലേറ്റീവ്സിനും ക്ലോസ് ഫ്രണ്ട്സിന് പോലും അങ്ങനെ അറിയില്ലായിരുന്നു. സ്റ്റിൽ ഇത് കണ്ടിന്യൂയിങ് ആണ്. ഞാൻ എല്ലാവരോടും ഇല്ല ആ രീതിയിലാണ് കുറേ നാൾ മുന്നോട്ട് പോയത്. കാരണം നമുക്ക് പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അവിടെ കല്യാണമൊക്കെ കണ്ടപ്പം എനിക്ക് തോന്നി വളരെ ഗംഭീര കല്യാണം, വളരെ സഹകരിച്ചതാണ്. ലാസ്റ്റ് മിനിറ്റിലായപ്പോൾ പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി. ഒരു ദിവസം ചേച്ചി ഞാൻ സിനിമാ സ്റ്റൈലിൽ ഇടിച്ചു കയറി വീട്ടിലേക്ക് ചെന്നു. ഞാൻ അറിയുന്നു പട്ടിണി കിടക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല എന്നൊക്കെ അറിഞ്ഞു. ഞാൻ കേട്ടു കല്യാണം കഴിപ്പിച്ച് തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നൊക്കെ ഭീഷണിപ്പെടുത്തി അച്ഛനമ്മമാരെ. ആത്മഹത്യ ചെയ്യും അങ്ങനെ അല്ല ചേച്ചി, അങ്ങനെ എനിക്ക് പറയാനൊരു പേടി. അവരോട് നമ്മൾ ചെയ്യുന്ന ക്രൂരതയല്ലേ ചേച്ചി അങ്ങനെ പറയുന്നത് പെട്ടെന്ന്. പക്ഷെ പട്ടിണിയൊക്കെ കിടന്ന് കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഇടിച്ചു കയറി ചെന്നത്. ഞാൻ പറഞ്ഞു, ആൻറ്റി ഇത് ഞാൻ അറിഞ്ഞത് 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ്, നിങ്ങളോട്ട് നിർബന്ധിക്കുന്നില്ല എന്നാണ്. അപ്പം എന്തായാലും എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നത് വലിയ കുറ്റമാണോ? എനിക്ക് ഇത്രയും വലിയ യോഗ്യതകളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്ന തിരിച്ചും സ്നേഹിക്കാനുള്ള മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഭക്ഷണം കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തൂടെ? ഇപ്പം ഇത്രയും ശക്തമായിട്ട് എതിർക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തെന്ന് വന്നാലും ഞങ്ങൾ തമ്മിലാണ് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ ഇത്രയും വാശിമാരൊന്നും കാണിക്കേണ്ട, അതൊന്ന് ആരെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും എന്നൊക്കെ പറഞ്ഞ് എവിടെന്നോ കുറച്ച് എന്താ പറയുക, എന്നിട്ട് ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോയി. അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്രയും ധൈര്യം കിട്ടുമെന്നൊക്കെ. എന്നിട്ട് ഞാൻ പോയി, കാരണം എനിക്ക് അത് പറയണമെന്ന് തോന്നി. അത് എന്നോട് പറഞ്ഞില്ല ചേച്ചി, ഇങ്ങനെ ഇന്ന് വീട്ടിൽ വന്ന് സംസാരിക്കുന്ന ഒന്നുമേ പറഞ്ഞില്ല സജി. പെട്ടെന്നാണ് സജി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. എൻ്റെ സിസ്റ്റർ പറയാം, കോളിംഗ് ബെൽ അടിച്ച് ആരെന്ന് മനസ്സിലായോ, അപ്പുറത്ത് സഹിച്ചേട്ടനാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ ഒരു നിമിഷം എന്തായി സംഭവിക്കാം. പിന്നെ സജി അമ്മയോട് പറഞ്ഞിട്ട് ലാസ്റ്റ് എൻ്റെ സിസ്റ്ററിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് പിടിച്ചിട്ട് അമ്മ ഒന്നും പറഞ്ഞു. ആൻറ്റി കല്ല് പോലും ഒന്നുമില്ല, ഒന്നും ഒരു മറുപടി ഇല്ല.
ചുമ്മാ ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. എനിക്കാണെങ്കിൽ എന്ത് പറയാൻ, പിന്നെ ഞാൻ ആക്ച്വലി എന്തായിരുന്നു ഒരു സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു? അത് അതാണ് സിനിമ എന്ന് മാത്രമല്ല, ഇന്റർകാസ്റ്റ് അതിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഠിക്കുന്ന സമയമൊക്കെ അല്ലേ ചേച്ചി, പഠിച്ച് ഞാൻ പിന്നെ എന്റെ മനസ്സിലാണെങ്കിൽ അന്ന് പോലെ സിനിമയാണ് പ്രശ്നമെങ്കിൽ പിന്നെ നാച്ചുറലി പെൺകുട്ടികളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും അവരെ ഏത് രീതിയിൽ കല്യാണം കഴിക്കണമെന്ന് അവർ ഒരു പക്ഷേ ജനിക്കുന്ന സമയത്ത് അവർ പ്ലാൻഡ് ആയിരിക്കും. ഒന്നുകിൽ ഒരു എഞ്ചിനീയർ, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഡോക്ടർ, അങ്ങനെ ആയിരിക്കും അവരുടെ ഒരു കോൺസെപ്റ്റ് തന്നെ. അപ്പോൾ അതെല്ലാം അറിയണമെന്നുണ്ട്. പിന്നെ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഈ പറയുന്ന ജാതി മതം അതൊക്കെ കുറച്ച് കൂടുതൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് പിന്നെ വീണ്ടും ഒരു പെൺകുട്ടിയുണ്ട് വീട്ടിൽ, ഒരു ബ്രദറുണ്ട്, അവരെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഭയം അവരുടെ മനസ്സിലുണ്ടാവും. പിന്നെ ഞാൻ ഈ പറയുന്ന കണക്ക് പ്രീ ഡിഗ്രി ഈ ഫസ്റ്റ് ഇയർ മുതൽ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ എൻ്റെ മേഖല എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ടൊരു സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ. പിന്നെ എപ്പോഴാണ് അതിനകത്തൊരു മാറ്റം വന്നു തുടങ്ങിയെന്ന് വെച്ചാൽ, ഞാൻ ആദ്യത്തെ ഒരു മെഗാ സീരിയൽ ആലിപ്പഴം എന്ന് പറയുന്ന സീരിയൽ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ പേരും കാര്യങ്ങളും ഒക്കെ എഴുതി കാണിക്കുന്നതും പിന്നെ അത് ഇതേ വീട്ടിൽ ഇവരൊക്കെ തന്നെ ഇരുന്ന് കാണുന്നു. രണ്ടാമത്തെ സീരിയലും കൂടെ മേഘം കൂടെ വന്നപ്പോഴത്തേക്കാണ് അത് കുറച്ച് കൂടുതൽ ജനപ്രിയമായി. സീരിയൽ കുറച്ച് കൂടുതൽ അവാർഡുകൾ കാര്യങ്ങൾ, അപ്പം കുറച്ചുകൂടെ കുഴപ്പമില്ല മാതൃഭൂമിയുടെ ഒരു സീരിയലൊക്കെ ചെയ്യുന്ന ഒരു സംഭവം. അപ്പോഴാണ് ഇത് കുറച്ചൊന്നും ഈ പറയുന്ന അങ്കിളൊക്കെ എന്നാൽ ഓക്കെ എന്ന് പറയുന്നതിലേക്ക് വന്നു. ഈ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ വീട്ടിൽ ഒരുമിച്ച് കാണുമ്പോൾ അകൽച്ചയോ അങ്ങനെ ഒന്നുമില്ല ചേച്ചി. കല്യാണത്തിന് മുമ്പ് ആ ഒരു തീരുമാനം എടുക്കുന്നത് വരെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. തീരുമാനം എടുത്തു കഴിഞ്ഞ് കല്യാണം പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങ് പറഞ്ഞ് അത് പോയത് തന്നെ ഞാനും എൻ്റെ അച്ഛനും അമ്മയും സുകുമാരി അമ്മ അനൂപ് മേനോനും ഞങ്ങൾ ഇത്രയും വരെ പെണ്ണ് കാണാൻ പോകുന്നു. അവിടെ നിന്ന് വരെയൊക്കെ ഭയങ്കര പിന്നെ അങ്ങനെ ഒരു അതിന് മുമ്പ് ഉണ്ടായിരുന്ന അതിപ്പോൾ ഇന്നും പിന്നെ അതിനെക്കുറിച്ച് സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതിന് മുൻപ് എപ്പോഴെങ്കിലും പലപ്പോഴും അമ്മയുമായിട്ട് സംസാരിച്ചു എന്നാണ്, ഒരിക്കലും അച്ഛൻ സജിയുടെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്നും ഇല്ല. അച്ഛന് ഇവർ തന്നെ കാണുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യം, ഒരു മാസം ലീവിന് വരുന്ന സമയത്താണ്. അപ്പം ഞാൻ ഈ ഒരു പാസിംഗ് പോലെയൊക്കെ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ സംസാരിച്ചിട്ടില്ല, അതിന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പെണ്ണ് കാണൽ ചടങ്ങിന് പോകുന്ന ആ ദിവസമോ മറ്റോ ആണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് കുറച്ചു നേരം സംസാരിക്കുന്നു. ഇനി ഒരു പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഒളിച്ചോടി പോകും? അത് അങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പത്തിൻ്റെ ഒരു ആവേശത്തിൽ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും സംഘുവിനെ സംബന്ധിച്ചിട്ട് എന്നെക്കാളും ആ ഒരു കാര്യത്തെ കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ വേണ്ട, കാരണം അതിന് എൻ്റെ പെങ്ങന്മാർ, എൻ്റെ അനിയത്തി ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു മെച്യൂരിറ്റി അത് സംഘമാണ് കൂടുതൽ കാണിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ നീ ഇറങ്ങി എൻ്റെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ചിന്തിക്കാനേ പറ്റില്ല ചേച്ചി, കാരണം എൻ്റെ ഫാമിലി ഫുള്ളി എന്ന ഇതായി പോകും അവര്. അതുകൊണ്ട് പിന്നെ ഞാനാണ് ചേച്ചി ഇതിന് ഹരിശ്രീയെ കുറിച്ചത്, ലവ് മാരേജിന് എൻ്റെ ഫാമിലിയിൽ അതിനുശേഷം പിന്നെ ഉണ്ടായിരുന്നു. എന്നാലും ഇന്റർകാസ്റ്റ് നമ്മൾ മാത്രമേ ഉള്ളൂ. അന്ന് നിങ്ങളുടെ ഹംസം ആരായിരുന്നു ഈ കത്ത് കൈമാറാനൊക്കെ? കത്ത് സ്കൂളിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഇന്ദുലേഖ, അരുൺ, നിഷാന്ത്, ഷാനി, ഇത് ഇത്രയാണ്. അതിൽ ഇന്ദു ആയിരുന്നു തമ്മിൽ പിന്നെ കല്യാണം കഴിച്ചു. ഇന്ദു പറയൂ ഇവരുടെ പ്രണയത്തിൻ്റെ വീരകഥകൾ. ഇവർ നമ്മളെല്ലാം ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. സജി അതെ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. തന്നെയല്ല ഞാൻ മാത്രമല്ല, ഇതിനകത്ത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡ്, ഞാനും കല്യാണം കഴിച്ചത് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഷാനി, ആശ, അപ്പോൾ ഈ ഭയങ്കര അടുപ്പമുള്ള ഫ്രണ്ട്സാണ്. അപ്പം സജിക്ക് അങ്ങനെ ഒരു പ്രണയം തോന്നുകയാണെങ്കിൽ അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയും കൂടിയാണ്. അല്ല, നിങ്ങൾക്കും ഉള്ള പ്രണയം ഉള്ളതുകൊണ്ട് നിങ്ങൾക്കും പലരുടെയും അല്ലല്ല, അരുണും ഇന്ദുവായിട്ട് സ്കൂളിൽ വെച്ചില്ലായിരുന്നു, ഒരേ ഒരുമിച്ച് 10 വരെ പഠിച്ചിട്ട് അവൻ ഇത് തോന്നുന്നത് അവിടെ നിന്ന് പോയി പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് MBBS പോയിട്ട് ഒരു പ്രാവശ്യം വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പം ഞാൻ ഇന്ദുവും സൈക്കോളജി തന്നെ ഒരുമിച്ച് MG കോളേജിൽ ഒരു പ്രാവശ്യം ലീവ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിക്കട്ടെ, ഞാൻ ഇന്ദുവിനെ കെട്ടിട്ടെ, ഞാൻ ഇന്ദുവിനെ കല്യാണം കഴിച്ചു. ഇത്രയും ഒരുമിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നും. അവൻ അങ്ങനെയാണ്, അങ്ങനെ തന്നെ പെട്ടെന്ന് അങ്ങ് പ്രപ്പോസ് ചെയ്യായിരുന്നു ഇന്ദുവിനെ. അല്ലാതെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവർക്കില്ലായിരുന്നു. എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രണയം ഉണ്ടായാൽ അത് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യം കൂടി ആയതുകൊണ്ട് നമ്മൾ എന്തായാലും അതിന് ഭയങ്കരമായിട്ട് ഇറങ്ങി എന്ന് തന്നെ പറയും. കാരണം ആ കത്ത് കൊടുക്കലും ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഭയങ്കര വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം കുറച്ച് എന്താണ് ഈ ഗ്രൂപ്പിസം എന്നൊക്കെ പറയുന്ന അന്ന് ഇപ്പോഴത്തെ സ്കൂളിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയിലുണ്ട്. പക്ഷെ അന്നൊന്നും അങ്ങനെ ഒരു ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്നത് ഭയങ്കര തെറ്റാണ്. അപ്പോൾ എപ്പോഴും ടീച്ചേഴ്സ് നിങ്ങളെന്താ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, നമ്മൾ ശരിക്കും വഴക്കിട്ട് വരും. പക്ഷെ എന്നാലും അതുകൊണ്ട് നമ്മളെല്ലാവരും നോട്ടപ്പുള്ളികളാണ്. അപ്പോൾ ഇവർക്കും തന്നെ സംശയം എന്തൊക്കെയോ ഉണ്ടല്ലോ. അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുമായിരുന്നു നമ്മൾ.
അപ്പോൾ അതുകൊണ്ട് ഈ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ പാസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കത്തോ ഒക്കെ കൊടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ കൊണ്ട് കൊടുക്കും ഈ കത്തൊക്കെ? ഒളിപ്പിച്ച് വെച്ച് അങ്ങനെ പിന്നെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ആ ഗേൾസൊക്കെ എൻ്റെ ഇടയ്ക്കുണ്ട്. പിന്നെ അങ്ങനെ അവർ ഹെൽപ്പോട് കൂടി അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരിക്കലും സജിയെ കാണരുത് അല്ലെങ്കിൽ സംസാരിക്കരുത് എന്നൊക്കെ വീട്ടിൽ വല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നിരിക്കാമല്ലോ അല്ലേ? അങ്ങനെ ഉണ്ടായിരിക്കുന്ന സമയത്ത് വാനൊക്കെ മാറ്റിക്കളഞ്ഞു. ഞങ്ങളൊരു വാനിൽ സ്കൂൾ വാനിൽ ഒരുമിച്ച് അത് മാറ്റി. 9th ആയപ്പോൾ അത് മാറ്റി. അപ്പോൾ ആ സമയത്തൊക്കെ എങ്ങനെയായിരിക്കും ഈ കത്തുകൾ അവിടെ എത്തിക്കുക? ഇന്റർവെൽ സമയത്ത് ആണ് കൂടുതൽ കൈമാറ്റം സ്കൂളിൽ വെച്ച് തന്നെ? സ്കൂളിൽ വെച്ച് തന്നെ, വലിയ പാടില്ല അത്. ഇന്റർവെൽ ഒരു എല്ലാവരും ഒരു സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടാവും, ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കാണുന്ന സാഹചര്യത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്ന്. ഇവര് പ്രണയിക്കുന്ന സമയത്ത് പിണങ്ങുമായിരുന്നു? പിണക്കം സ്വാഭാവികമായിട്ടും ഇപ്പോഴും എപ്പോഴും ഉള്ള ഒരു കാര്യമാണല്ലോ, പിണക്കമുണ്ട്. അപ്പോഴും നിങ്ങൾ തന്നെ വേണം. അത് തന്നെ, നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ അവർ വേണം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതായത് സജിയും സംഖ്യയുടെ ഇടയ്ക്ക് ഈ വീട്ടിലൊക്കെ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് മറന്നു പോകുമായിരുന്നു. അപ്പം ഇവർക്ക് ഭയങ്കര വിഷമം, സജിക്ക് ഇങ്ങനെ ഒന്നും ശരിയാവുമെന്തോ എന്നൊക്കെ ഉള്ളൊരു വിഷമത്തിലിരിക്കുമ്പോൾ സജി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയണേ, ഞാൻ അമ്പലത്തിൽ സജിയുടെ പിറന്നാളിന്, സജി ഓർക്കുന്നുണ്ടോ എന്തോ, അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും ഇവർ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ലായിരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ഇടപെടാൻ പറ്റത്തില്ല എന്നൊക്കെ ഫോൺ അർച്ചനയൊക്കെ ചെയ്തോണ്ടോ. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറയാണ്, ഞാനിങ്ങനെ അമ്പലത്തിലേക്ക് പോകുമ്പോഴത്തേക്കും സംഖ്യ അവിടെ സജിയുടെ പേരിൽ അർച്ചന കഴിപ്പിച്ചു. സജി കയറി ചെല്ലുന്ന സമയത്ത് സജിയുടെ പേരും അതും വിളിച്ച് പറയുകയാണ്. സജി അറിയുന്നില്ല, സജി അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ സജി എൻ്റെ അടുത്ത് അയ്യോ ഇതെന്തോ ഒരു ദൈവത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു അല്ല ദൈവമായിട്ട് ഇത് എന്തോ ശരിയാണെന്നുള്ളൊരു ഒരു സിഗ്നൽ കാണിച്ച പോലെയാണ്. എനിക്ക് സത്യം ഇപ്പോഴും എൻ്റെ മനസ്സിലത് ഭയങ്കരമായിട്ട് എനിക്ക് ഓർത്തിരിക്കുന്ന ഒരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഇപ്പം തന്നെ അത് പറഞ്ഞത്. ഈ സുഹൃത്തുക്കൾ ഇടയ്ക്കൊന്ന് ബ്രേക്കപ്പ് ആയി കേട്ടോ. ഒരു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒരു മാസത്തേക്ക് എന്ന് വെച്ചാൽ വീട്ടിൽ പ്രോബ്ലം ഭയങ്കര രൂക്ഷമായി. അപ്പോൾ ഇദ്ദേഹം ഓടി കിതച്ച് വന്ന് പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ നമുക്ക് പിരിയാം എന്നൊക്കെ പറഞ്ഞു. ശാരീരികമായിട്ട് വീട്ടില് അല്ല, ശാരീരികമായിട്ടില്ല, അവിടെയും ഒരു ആത്മഹത്യ ഭീഷണി പോലെയൊക്കെ, മനസ്സിലായില്ലേ? 2 പിള്ളേരാണ് ഞങ്ങൾ, അവരെ അമ്മമാരെല്ലാം പറയുമല്ലോ ഇവർക്കും വിഷം കൊടുത്ത് ഞാൻ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞ് നമുക്ക് പിരിയാം. ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അരുൺ ഇതാണ് കേട്ടോ, പോണേ പോട്ടാ, അങ്ങനെ തോന്നുന്നു, അങ്ങനെ അത്രയും നാൾ ഇഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് ഒരു സുപ്രാതി നീ നോക്കിയോ തിരിച്ചു വരും 1 മാസത്തിനുള്ളിൽ. ഞാൻ ഇല്ലടാ, ഇത് വരുന്നൊരു പോക്കല്ലേ, ഇത് പോയി, അങ്ങനെ പോണേ പോട്ടെ എന്നൊക്കെ അരുൺ വന്ന് കോളേജിൽ വന്ന് വാനീസിന് അവിടെ വന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ ഈ പറഞ്ഞ പോലെ 1 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ അമ്മയോടെ കയറി വരും, അങ്ങനെ അങ്ങ് പോകണം, അങ്ങനെയൊക്കെ വെറുതെ അമ്മ വരട്ടുന്നില്ല എന്നൊക്കെ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഈ സജി പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടികളുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നത്. അത് മറ്റുള്ള ആൺകുട്ടികൾക്ക് ഒരു തരം അസൂയ ഉണ്ടാക്കിയിട്ടുണ്ടോ? സത്യമാണ്. പെൺകുട്ടികളോടൊപ്പം തന്നെ ആൺകുട്ടികളുണ്ടായിരുന്നു, പക്ഷെ കൂടുതലും എന്താണെന്ന് അറിയില്ല, ഈ പറയുന്നത് പെൺകുട്ടികളായിരുന്നു അന്നും ഇന്നും ഫ്രണ്ട്സ്. കാരണം കുറച്ചുകൂടെ നമുക്ക് ഓപ്പണായിട്ട് നമ്മളെ മാനസിക പ്രശ്നങ്ങൾ വളരെ സിൻസിയറായിട്ട് തിരിച്ചുള്ള റെസ്പോൺസ് കാര്യങ്ങൾ. മറ്റവർ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, അരുൺ പറഞ്ഞാൽ പോണെങ്കിൽ പോട്ടടാ എന്നൊരു തമാശ പോലെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡല്ല. ഇപ്പോൾ ഹിന്ദു ആണെങ്കിലും അങ്ങനെയല്ല, തിരിച്ചു വരും, നമുക്കത് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒരു ഫീൽ ഉണ്ടല്ലോ. അത് കൂടുതൽ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഓപ്പോസിറ്റ് സെക്സിൽ നിന്നായിരിക്കും എന്ന് നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടില്ലേ. അപ്പം മറ്റേ ആൺകുട്ടികൾ ഒറ്റപ്പെടുത്തില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇപ്പം അതുകൊണ്ട് അവർ ഒറ്റപ്പെടുത്തുന്നില്ല, ഓരോരുത്തരും ഓരോ നേച്ചറല്ലേ. അതിനകത്ത് വേറെ ഒറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അതിനകത്ത് കോമ്പറ്റീഷനോ അങ്ങനെയൊന്നുമില്ല. ഈ ആൺകുട്ടികൾ മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് നമ്മൾ അങ്ങനെയൊന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ നിൽക്കുന്നില്ല. കാരണം ഈ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾ സംഗീത അല്ലാതെ വേറൊരു പെൺകുട്ടിയുടെ അടുത്ത് കുറച്ച് കൂടുതൽ സംസാരിക്കും സംഗീതയ്ക്ക്? ഞാൻ പറഞ്ഞില്ലേ, വളരെ ചെറുപ്പം മുതലേ ഉള്ള, ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം തരട്ടെ, കോളേജിലും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞത് അത് വെറുതെ പറഞ്ഞ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ കണക്ക് എനിക്കുള്ള ഏറ്റവും വലിയ, എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയത്, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നൊരു ഫീൽഡ് എന്ന് പറയുന്നത് ഇത്തരം ചേച്ചി പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ മീൻസ് വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളൊരു ഫീൽഡാണ്. അപ്പം ഞാൻ ഈ വളരെ ചെറുപ്പം മുതലേയുള്ള എൻ്റെ സിനിമയോടുള്ളൊരു ഭയങ്കര ആഗ്രഹം, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പോലെ ഇന്ദുവിനൊക്കെ അറിയാം, ഇവരൊക്കെ എൻ്റെ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി തന്നതെന്ന് വെച്ചാൽ
ഡിയർ ജയറാം എന്നാണ്. കാരണം വെച്ചാൽ ഞാൻ ജയറാമേട്ടനെ അത്രമാത്രം ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും അനുകരിക്കുകയൊക്കെ ചെയ്തിരുന്നുണ്ട് സ്കൂളിൽ ആ സമയത്ത്. അപ്പോൾ അപ്പോഴേ എനിക്കൊരു സിനിമയോടുള്ള ഒരു ക്രേസ് അറിയാം. അപ്പോൾ അത് സംഘുവിന് ആ ഒരു ചെറിയ പ്രായം മുതലേ അറിയാം. പിന്നെ ഞാൻ പ്രീ ഡിഗ്രി മുതൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിസംബർ മിസ്റ്റ് ഫസ്റ്റ് ടെലിഫിലിം ചെയ്യുന്നത്. എൻ്റെ 21ാമത്തെ വയസ്സിൽ ആലിപ്പഴം ചെയ്യുന്നു. അപ്പം ഞാൻ വളരെ ചെറുപ്പത്തിലെ ഈ ഫീൽഡിലേക്ക് വരുന്നു. അതിൻ്റെ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ ഫോണിലൂടെ ആയാലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആരൊക്കെയാണ് എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ എവിടെ പോകുന്നു, എന്തൊക്കെയാണ് എൻ്റെ ഡെയിലി സംഭവങ്ങൾ ഒക്കെ അറിയാം. അപ്പോൾ കൂടുതൽ ഈ പറയുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഈ ഫീൽഡിലുള്ളവരായാലും എല്ലാവരും ഇന്നും എനിക്ക് തോന്നുന്നു സംഗീത എന്ന ഫുൾ നെയിം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ പലർക്കും അറിഞ്ഞുകൂടാ. സംഘു സംഘു സംഘു. അപ്പോൾ അവർക്കും സംഘുവാണ്. അല്ലെങ്കിൽ കൽപ്പന ചേച്ചിക്ക് തങ്കിയാണ്, കല ചേച്ചിക്ക് ചങ്കുവാണ്. അപ്പം അവർക്കൊക്കെ അറിയാവുന്ന ഒരു ഇപ്പോൾ ചിലപ്പോൾ സെറ്റിൽ അങ്ങനെ വരുന്ന ഇഷ്ടമല്ല എങ്കിലും പലപ്പോഴും ഞാൻ നിർബന്ധിച്ച് ഒരു 5-6 ദിവസം കൊണ്ട് നിർത്താറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളും അതെൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. ഈ ചെറുപ്പത്തിലുള്ള പ്രണയം എനിക്കത് എൻ്റെ ഈ എന്താ പറയുക ഇപ്പോഴത്തെ ലൈഫിൽ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ അതാണ് നേരത്തെ ചേച്ചി പറഞ്ഞു കുറച്ചുകൂടി മനസ്സിലാക്കി. ഇൻഡസ്ട്രിയിൽ അതാണല്ലോ നമുക്ക് ഇപ്പോൾ ഈ ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഇന്ദു ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ദുവിന് അത്ര ചെറുതിലേ അറിയാന്നുള്ള ഇന്ദു സംഘുവിൻ്റെ ഫ്രണ്ടാണ്. ഇപ്പോൾ അരുൺ സംഘുവിൻ്റെ ഫ്രണ്ടാണ്. അല്ലെങ്കിൽ സംഘുവിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എൻ്റെയും ഫ്രണ്ടാണ്. അതൊരു പരിധിവരെ വിവാഹിതരെ അതിൽ കാണിച്ചിട്ടുണ്ട്. ഇവർ വിവാഹിതരായ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഡെപ്താണ് ഈ ഞാൻ കാണിച്ചത്. അതായത് മറ്റേ ജയസൂര്യയുടെ ആ ഒരു 4 ഫ്രണ്ട്സ് എന്തിനും ക്യാരക്ടറായിട്ട് അത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കാണാൻ ഈ സമൂഹം നമ്മൾ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയായിട്ട് ഒരുമിച്ച് പോയി അതിന് വേറൊരു അർത്ഥം കൊടുക്കുന്നു എന്ന് പറയുന്നിടത്താണ് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ കാണിച്ചത് ആ സിനിമയിൽ. സക്സസ്ഫുൾ മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരേ മെന്റാലിറ്റി ഉള്ള ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ കിട്ടിയാൽ ഭാഗ്യമാണ്. അതിൽ പല ഒരു സുഖവും സന്തോഷവും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ ഓപ്പോസിറ്റ് ആണ്. ഞാനൊക്കെ അരുണിന്റെ ക്യാരക്ടറിനൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. പക്ഷേ ഒന്ന് പറഞ്ഞ അരുണിന്റെ അടുത്ത് അരുൺ അത് കഴിഞ്ഞ് വരുന്ന ഫോൺ അരുണിന്റെ ആയിരിക്കും. ഒന്ന് ഇന്ദുവിന്റെ അടുത്ത് പറയണം. പക്ഷേ നേരത്തെ സജി പറഞ്ഞ പോലെ ആ ഒരുപാട് നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മളിപ്പോഴും അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. അതായത് ഞാൻ പറഞ്ഞ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ടായിരിക്കും അതിൽ നിന്ന് കാരണം ഭയങ്കര ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പം അതുകൊണ്ട് എക്സ്ട്രീമിലുള്ള ക്യാരക്ടേഴ്സ്. പിന്നെ ഈ പറയുന്ന പഠിച്ച സൈക്കോളജി അങ്ങോട്ട് അപ്ലൈ ചെയ്യും അല്ലേ. പിന്നെ ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായാലും നിങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത ഒരു സജി തന്നെ ഈവൻ സജി സത്യം പറഞ്ഞാൽ ഞാൻ ഫോൺ പോലും വിളിക്കാറില്ല. കാരണം ഫോൺ വിളിക്കുമ്പോഴായിരിക്കും സജി ചിലപ്പോൾ ആക്ഷനും കെട്ടും പറയണം. നമ്മുടെ ഫോൺ കണ്ടുകൊണ്ടായിരിക്കും ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞിട്ടായിരിക്കും സജി ഫോൺ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തിനിപ്പോൾ വെറുതെ അടിച്ചു. അപ്പോൾ ചില സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം പക്ഷേ ഞങ്ങൾ വിളിച്ച് ശല്യപ്പെടുത്താറില്ല. എന്തെങ്കിലും എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഉടനെ സജി വിളിച്ചിട്ട് ഇങ്ങനെ കംപ്ലൈൻറ്റ്. അപ്പം സജി ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ സജി തിരിച്ച് കാണും. അപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നാലും നമുക്ക് ഒരാൾ കേൾക്കാൻ വേണമല്ലോ ചിലപ്പം. അല്ല അതൊരു പരിധി വരെ അച്ഛനമ്മ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനെക്കാളും കുറെ കൂടി ഭയങ്കര ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സിനോടായിരിക്കും. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലേ ഭയങ്കര അതായത് എനിക്ക് സജിക്ക് ഒരു പ്രശ്നം വന്നാലും നമ്മുടെ ഇടയിൽ ആർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അത്രയും ആത്മാർത്ഥമായിട്ട് സുഹൃത്തുക്കൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതാണ് എനിക്ക് എത്രത്തോളം ഇനിയൊരു തലമുറ അങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അതുപോലെ രാത്രി അല്ലെ എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം ഇവരുടെ ഇടയിൽ ഒരു പക്ഷേ ആ ഫ്രണ്ടിനെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമായിരിക്കും എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. കാരണം അതിൻ്റെ ഇടയിലുള്ള ഗേൾസിനൊന്നും ഞാൻ ഇത്രയും ഇവരുടെ അടുപ്പം കാണിക്കുന്ന പോലെ ഒരു അടുപ്പം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. പക്ഷെ കാണിക്കാനുള്ള സാഹചര്യത്തില്ലല്ലോ. വേറെ സാഹചര്യത്തിൽ വന്നൊരു ഭർത്താവ്. അതുകൊണ്ട് നമ്മളും ഒരു ഫംഗ്ഷനിൽ വെച്ച് അവരെ കണ്ടാൽ ഹലോ കുറച്ച് കൂടുതൽ സംസാരിക്കണം നല്ല നമ്മളൊരു ഡിസ്റ്റൻസ് ഇട്ടാലോ വേറൊരു ഹസ്ബൻഡാണ് ഞാൻ അവരെ വിളിച്ചിട്ട് നീ എന്തോ അവനെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല.